പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്ന വണ്ടി കണ്ട ഇത് നമ്മുടെ OG KSRTC, ഓൾഡ് ജനറേഷൻ KSRTC. ഏതോ ലുക്കല്ലേ വണ്ടി, ഒരു രക്ഷയില്ല. ഇന്ന് നമ്മൾ ഈ ബസ്സിലാണ് ട്രിപ്പൊക്കെ പോണേ. ഇത് പിന്നെ അശോക് ലൈലാൻഡിൻ്റെ വണ്ടിയാണ്. സംഭവം കുഴപ്പമില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ആദ്യം പോയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്യാം, എന്നിട്ട് ഈ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയിൽ കയറുന്നുണ്ട്. ഈ ബസ്സിലെ ബാക്കിൽ മാത്രമേ ഡോറുള്ളൂ. ആൾക്കാർ പക്ഷേ ഫ്രണ്ടിൽ കൂടെ കയറുന്നുണ്ട്. ഇവരെങ്ങനെയാണോ ഫ്രണ്ടിൽ കൂടെ കയറുന്നത്? ഇവരെങ്ങനെയൊക്കെയോ പൊത്തി പിടിച്ച് കയറാണ്. എന്തെങ്കിലും ആട്ടെ, ഇവിടെ ഇനി നമുക്ക് ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമുക്ക് പോകേണ്ട സ്ഥലത്തിൻ്റെ പേര് ബാണ്ടങ് എന്നാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ. ഞാൻ പിന്നെ ഗൂഗിൾ മാപ്സിലെ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ. വിസിബിലിറ്റി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെയാണ് വണ്ടി ഓടിച്ചത്. ഇവിടെ പിന്നെ വലിയൊരു മോണിറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാണോ ഇത്രയും വലിയ മോണിറ്റർ? ഒരു ചെറിയൊരു സ്ക്രീൻ മതിയായിരുന്നു. എന്തെങ്കിലും ആട്ടെ, ഇതിൽ പിന്നെ ഗൂഗിൾ മാപ്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗൂഗിൾ മാപ്സ് നോക്കി വണ്ടി ഓടിക്കാം. ഞാൻ പിന്നെ പോണ റൂട്ടിലെ ഒരു എക്സ്പ്രസ് ഹൈവേ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് പറ്റിയെങ്കിൽ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡും കൂടി നോക്കി നോക്കാം. പഴയ വണ്ടിയാണ്, പഴയ വണ്ടി എത്ര സ്പീഡിൽ പോകുമെന്ന് നോക്കാം. ഇപ്പം തന്നെ 100 കടന്നു. ഇനി ഹൈവേയിൽ കയറുമ്പോൾ എങ്ങനെയാണാവോ? ഓക്കെ, ഇവിടെ നമ്മൾ റോട്ടിലേക്ക് കയറിയേക്കാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. പഴയ വണ്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ വണ്ടിക്ക് ഭയങ്കര പിക്കപ്പാണ്. ഇപ്പം തന്നെ 150 കടന്നു കേട്ടാ. ഇതിപ്പോൾ 200 എത്തോ? എനിക്ക് തോന്നണത് മറ്റേ ടാറ്റയുടെ KSRTC പോലെ ഈ വണ്ടിയും 200 കടക്കുന്ന കടക്കാണ്ടിരിക്കില്ല. ഇവിടെ ഇപ്പം നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ടും കൂടിയില്ല. ഇത് സാധാരണ റോഡാണ്. നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ കയറിയിട്ട് വേണം ശരിക്കുള്ള ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനായിട്ട്. ഇവിടെ മുമ്പിൽ ഒരു ചേച്ചി പോവുണ്ട്. കുറച്ച് സൈഡ് തന്നു കഴിഞ്ഞ് നമുക്ക് പോവായിരുന്നു. ലെറ്റ്സ് ഗോ. ഇവിടെ പിന്നെ മഴക്കാരുണ്ട് കേട്ടോ, മിക്കവാറും മഴ പെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് ഹൈവേയിൽ കയറിയേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ മഴ പെയ്തേക്കാ. മഴയത്ത് വണ്ടി ഓടിക്കാനായിട്ട് ഒരു വേറെ ലെവൽ വൈബാ. ഇവിടെ പിന്നെ മുമ്പിൽ ടോളൊക്കെ ഉണ്ട്. നമുക്ക് ടോള് കൊടുക്കാം. 5 റുപ്പീസുള്ളോ, അതങ്ങ് കൊടുത്തേക്കാം. നമ്മുടെ നാട്ടിൽ വികസനം വരട്ടെ. ഇത് ഇന്തോനേഷ്യയാണ് കേട്ടോ. ഇന്തോനേഷ്യയിൽ വികസനം വരട്ടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചു വിടാം. ഇപ്പോൾ തന്നെ 160 കടന്നു കേട്ടോ. ഇവിടെ 180 കടന്നു, 190, 200 കടന്നു കേട്ടോ. മറ്റേ ടാറ്റയുടെ KSRTC ഇല്ലേ, അത് 230 വരെ പോവും. 230 അതിൻ്റെ ടോപ്പ് സ്പീഡ്. ഒരു മിനിറ്റ്, ഈ വണ്ടി 250 കടന്നു. അല്ല, ഇതെങ്ങോട്ടേക്ക് പോണ്? ഇപ്പോൾ 280 കടന്നു, 90. എടാ, ഈ വണ്ടി 300 കടന്നു. OG KSRTC ഇത് 300 കടന്നു. പക്ഷെ എൻ്റെ പൊന്നെ, ഇതെന്താടാ ജെറ്റാ? ഇവിടെ ഇപ്പോൾ സ്പീഡ് 312 കാണിക്കുന്നുണ്ട്. കയറുന്നുണ്ട്, സ്പീഡ് പതുക്കെ കയറുന്നുണ്ട്. ഇപ്പം 314. ഇവിടെ 315. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് എന്താടത്? വണ്ടി ജെറ്റ് പോണ പോലെ പോണേ. ആൾക്കാർക്ക് ഒരു ത്രില്ലാവട്ടെ അല്ലേ? ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ വണ്ടി എന്താ ഇത്രയും സ്പീഡിൽ പോണേന്ന്. പഴയ വണ്ടിയായിട്ടും നല്ല സ്പീഡിൽ പോവാണേ. ഓൾഡ് ഈസ് ഗോൾഡ് മാൻ. ഇവിടെ പിന്നെ ടോപ്പ് സ്പീഡ് 315 കേട്ടാ. അതിൻ്റെ മേലെ പോണില്ല. ഇവിടെ പിന്നെ സഡൻ ബ്രേക്ക് ഇട്ടുട്ടാ. സഡൻ ബ്രേക്ക് ഇട്ടിട്ടും വണ്ടിക്ക് നല്ല കൺട്രോളാ. ഈ വണ്ടിയിൽ ABS പോലില്ല, എന്നിട്ടും നല്ല കൺട്രോളാ. ഇവിടെ പിന്നെ എക്സ്പ്രസ് ഹൈവേ കഴിഞ്ഞുട്ടാ. കഴിഞ്ഞത് ഒന്നും അറിഞ്ഞിട്ടില്ല. വണ്ടി അമ്മാതിരി പോക്ക പോണേ. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ടൗൺ ഏരിയയിൽ എത്തിയേക്കാണ്. റോഡൊക്കെ ചെറുതാണ് കേട്ടാ. ഇവിടെ നിന്ന് നമുക്ക് ചിലപ്പോൾ സ്പീഡിൽ പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ ഇവിടെ റോങ് സൈഡൊക്കെ എടുത്തിട്ടാണ് പോണേ.
കാരണം മുന്നിൽ നിന്ന് വണ്ടികളൊന്നും വരുന്നില്ല. നമ്മുടെ സ്ഥലം എത്താറായ? എത്താറായിട്ടില്ല. ഇനിയും കുറേ ദൂരം പോവാണ്ട്. ഞാൻ അത്യാവശ്യം ഒരു ലോങ് റൂട്ടാണ് സെലക്ട് ചെയ്തത്. ഇവിടെ പിന്നെ മുമ്പിൽ ഒരു കാലി റോഡാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പടച്ചുവിടാം. ഇവിടെ സ്പീഡിൽ പോണത് കുറച്ച് റിസ്ക്കാണ്, എന്നാലും കുഴപ്പമില്ല, സ്പീഡിൽ അങ്ങ് പോവാം. ഇവിടെ എനിക്ക് പുതിയ കെ എസ് ആർ ടി സിനെ കാണാനില്ല ഏട്ടാ. എനിക്ക് പുതിയ കെ എസ് ആർ ടി സിനെ ഒന്ന് കാണണം. കാരണം പഴയതിന് മുമ്പിൽ പുതിയത് ഒന്നുമല്ല. പക്ഷെ എന്നാലും മറ്റേ ടാറ്റയുടെ കെ എസ് ആർ ടി സി ഇല്ലേ, അത് 230 വരെ പോവും. ഞാൻ ഇത്രയും കാലം അതിനെ വലിയൊരു സംഭവമായിട്ടാണ് കണ്ടത്. പക്ഷേ ഇത് അതുക്കും മേലെയാണ്. 315 ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. അത് കൊള്ളാം. ഇവിടെ വലിയ റോഡൊന്നുമല്ല, അപ്പോഴും വണ്ടി നല്ല സ്പീഡിലാണ് പോണേ. ഞാൻ സ്പീഡിൽ അങ്ങ് ഓടിക്കുക. വണ്ടി ഇടിക്കാണ്ട് നോക്കണം കേട്ടോ. ഇവിടെ MBD ഒക്കെ ഉണ്ട്. MBDനെ ഞാൻ 200 കിലോമീറ്റർ സ്പീഡിലാണ് ഓവർടേക്ക് ചെയ്തത്. അവരിപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇതെന്താ മിന്നലാന്ന്? എന്താ ചെയ്യുക? ഇവിടെ ഇപ്പോൾ 250 കടന്നു. അയ്യോ, വണ്ടി ഇടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. വണ്ടിക്ക് പക്ഷേ നല്ല കൺട്രോളുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. 290. 300 എത്തിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഇവിടെ വളവ് വന്നു. വളവിൽ നമുക്ക് പതുക്കെ പോവാം. നമ്മുടെ വണ്ടിയിൽ പിന്നെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല കേട്ടാ. ഹെൽത്ത് കണ്ടില്ലേ, ഇപ്പോഴും 100%. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തണ വരെ ഒരു ഡാമേജ് പോലും ഉണ്ടാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. മുമ്പിൽ പിന്നെ ഒരു KSRTC ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. സാറില്ലേ, അവർ പൊക്കോട്ടെ, പാവങ്ങൾ. ഇവിടെ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട് കേട്ടാ. ഇവിടെ പിന്നെ രാത്രിയാവും ചെയ്തു. നൈറ്റ് റൈഡ് ഒരു വൈബാണ്. എത്താറായി നമ്മുടെ സ്ഥലത്തേക്ക്. ഇനിയും പോവാണ്ട. ഞാൻ കുറേ ദൂരം വണ്ടി ഓടിച്ചു. നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ദേ മുമ്പിൽ പോണു പുതിയ KSRTC. അതൊക്കെ സൂപ്പർ ഫാസ്റ്റാണ്, തേങ്ങയാണ്. ഇതാണ് സൂപ്പർ ഫാസ്റ്റ്, 300 കിലോമീറ്റർ സ്പീഡ്. അല്ല പിന്നെ ഇത് പിന്നെ ഗെയിമിലാണ് കേട്ടാ. ഗെയിമിലാണ് KSRTC 300-ലൊക്കെ പോവുക. റിയൽ ലൈഫിൽ അങ്ങനെയൊന്നും പോവില്ല. റിയൽ ലൈഫിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്, റോട്ടിൽ ഒരു വണ്ടി പോലും കാണില്ല. ഓക്കെ ഗൈസ്, ഇവിടെ നമ്മൾ സ്റ്റാൻഡിലേക്ക് എത്തിയേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ വണ്ടിയുടെ ഹെൽത്ത് കണ്ടില്ലേ, 100%. ആദ്യമായിട്ടാ ഒരു ഡാമേജ് പോലും ഇല്ലാണ്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തണേ. എന്തെങ്കിലും ആവട്ടെ, ആൾക്കാരെ ഞാൻ സേഫായിട്ട് തന്നെ എത്തിച്ചിട്ടുണ്ട്. ആൾക്കാർ ഇപ്പോഴും ചാടി ഇറങ്ങുന്നുണ്ട് കേട്ടാ. ഫ്രണ്ടിൽ കൂടെ ചാടി ഇറങ്ങുന്നുണ്ട്. അവർ എന്തെങ്കിലും ചെയ്യട്ടെ. ഈ മോഡിൻ്റെ ലിങ്കില്ലേ, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യം ഉള്ളവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ബെല്ലൈക്കൺ കൂടിയും എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.